കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസിനെ പ്രതിക്കൂട്ടിലാക്കി പ്രതിയുടെ മൊഴി. കസ്റ്റംസിന്റെ ഒത്താശയോടെയാണ് സ്വർണം കടത്തിയത് എന്ന് മലപ്പുറം കുഴിമണ്ണ് സ്വദേശി അസ്ലം പോലീസിന് മൊഴി നൽകി. വിമാനത്താവളത്തിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നും കസ്റ്റംസ് പിടികൂടില്ല എന്നും സ്വർണം നൽകിയവർ ഉറപ്പു നൽകിയതായി അസ്ലം മൊഴി നൽകി. 1.5 കോടി രൂപയിലധികം വില വരുന്ന സ്വർണ്ണമാണ് എസ്പിയുടെ പ്രത്യേക സ്ക്വാഡ് പിടികൂടിയത്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, ആരുടെയും സഹായവും ആരുടെയും ഒത്താശയും ഇല്ലാതെ ഈ നിലയ്ക്ക് ഇത്രയധികം സ്വർണം കള്ളക്കടത്ത് നടക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ്. ഈ സ്വർണ്ണക്കടത്തിന്റെ ഏജന്റുമാരായി വരുന്നവരോട് എല്ലാവരോടും നൽകുന്ന ഉറപ്പാണിത്. എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കൊള്ളൂ. പക്ഷെ അതൊരു മൊഴിയായി കിട്ടുകയാണ് പോലീസിന്. തീർച്ചയായിട്ടും മാധു, ഏറ്റവും സുപ്രധാനമായ ഒരു മൊഴിയാണ് ഈ കീഴ്ശ്ശേരി സ്വദേശിയായിട്ടുള്ള അസ്ലമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്, കസ്റ്റമിൻ്റെ പരിശോധന കഴിഞ്ഞ് പുറത്തേക്കെത്തി എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് ഈ അസ്ലമിനെ പിടികൂടി. എങ്ങനെ കസ്റ്റംസിൻ്റെ പരിശോധനയിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ളത് ഇന്നലെ തന്നെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ അതിനുശേഷമാണ് ഈ മൊഴിയുടെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കസ്റ്റംസ്, അതായത് കൊടുത്തയച്ച കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയാണ് ഈ സ്വർണം ഈ അസ്ലമിൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എല്ലാം സെറ്റാണ്, കസ്റ്റംസിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകും, മറ്റൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഇയാളെ പറഞ്ഞ് ധരിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.5 കോടിയിലധികം വില വരുന്ന സ്വർണ്ണമാണ് പിടിച്ചെടുത്തത്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. എമർജൻസി ലൈറ്റിനുള്ളിൽ വെച്ചാണ് ഈ 10 സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അസ്ലം അത്തരത്തിൽ കടത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. റിയാദിൽ നിന്നാണ് ഇയാൾ വന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഗൗരവമേറിയിട്ടുള്ള വിഷയം തന്നെയാണ്. പ്രിവന്റീവ് കസ്റ്റംസിന് ഈ പരാതി, ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ തന്നെ പോലീസ് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ട സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ഇവർ പറയുന്നത്. എന്തായാലും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം കസ്റ്റംസിനെ മുൻനിർത്തി നീക്കാനുള്ള ഒരു നീക്കം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് മാധു.